തമ്പനേരിൽ നിങ്ങൾ കണ്ടതുപോലെ 69 ലക്ഷത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗേറ്റഡ് വില്ലകൾ മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാം. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്താണ് ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീടുകളിലേക്കുള്ള ദൂരം വരുന്നത്. 6ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. നമുക്കിനി ഏകദേശം 3 വീടുകളോളം മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ബാക്കിയുള്ള വീടുകളെല്ലാം തന്നെ സെയിലായതാണ്. ഇതേപോലെയുള്ള വില്ല പ്രൊജക്ടിനകത്ത് നമുക്ക് ഏകദേശം ഇത് ഗേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗേറ്റ് വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഭാഗത്തേക്ക് വേറെ എങ്ങോട്ടേക്ക് നമുക്ക് വഴിയില്ല. ഇവിടെ വഴി എൻഡ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ വില്ലകളിലേക്ക് മാത്രമുള്ള വഴികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. അതും ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് റോഡിനടുത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെൽ വാട്ടർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വലിയൊരു വെല്ല് തന്നെയാണ്, ഏകദേശം ഈ ഒരു 4-5 വീടുകൾക്ക് വേണ്ടി മാത്രമുള്ളത്. അതും വലിയ കപ്പാസിറ്റി ഉള്ള ഒരു കിണർ തന്നെയാണ്. വളരെ ഭംഗിയായിട്ടാണ് ഓരോ വീടുകളും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം 69 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെയുള്ള വീടുകൾ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഈസിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നതായിരിക്കും. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ എലിവേഷൻ നോക്കിയാൽ കാണാം, സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. വില്ലകളുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയ ഏരിയ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നല്ലൊരു ലൊക്കാലിറ്റിയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ വില്ലകളാണ്. എലിവേഷൻ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിമ്പിൾ ആണെങ്കിലും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. മതിലിന്റെ മെയിൻ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നല്ലൊരു ഡിസൈൻ ആണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. 3.5 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. ഭംഗിയായിട്ട് ടൈലുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കാർ പോർച്ചിന്റെ മുകളിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 വീലേഴ്സ് ഒക്കെ ഇവിടെ വെക്കാം. ചെടികളൊക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തും കംപ്ലീറ്റ് ടൈലുകൾ ഒട്ടിച്ചിട്ട് ബാക്കി വരുന്ന സ്പേസ് മെറ്റൽ ഷിപ്പുകൾക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കിച്ചന്റെ ആ ഒരു ഡോറ് ബാക്ക് സൈഡ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയും മെറ്റൽ ഷിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള റൈറ്റ് സൈഡ് ആണ്. മെറ്റൽ ഷിപ്പുകൾക്ക് മുകളിലൂടെ നമുക്ക് നടക്കാനായിട്ട് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഏരിയ സ്പേഷ്യസ് ആണ്. വൈഡ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറിലെ ഭംഗിയുള്ളൊരു ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2-3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഫാൻ ഫിറ്റിംഗും ഷോ ലൈറ്റും വരുന്നുണ്ട്. മെയിൻ ഡോർ വന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പാളിയിൽ നല്ലൊരു സിമ്പിൾ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്, പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മുടെ വീടിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നേരെ റൂഫിലേക്ക് നോക്കിയാൽ ഭംഗിയായിട്ടാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് ഞാൻ വന്ന് നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 9.5 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും ഏകദേശം 3 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ഗ്രീനിഷ് ആൻഡ് ബ്രൗൺ ഷെയ്ഡ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗും ഷോ ലൈറ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ നമുക്ക് ക്ലോസ്ഡ് കബോർഡുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്. അകത്ത് കയറിയിട്ട് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു വുഡൻ ഫിനിഷോട് പോലെ തോന്നുന്നത് അതേപോലത്തെ ടൈലുകളാണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെ വരുന്ന ഭാഗം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു സ്പേസും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ വാഷ് ഏരിയ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഇവിടെ വാഷ് ഏരിയ കിട്ടുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും താഴെ കംപ്ലീറ്റ് ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക് സൈഡ് പാനലിംഗ് ചെയ്തിട്ട് വലിയൊരു മിറർ ഒക്കെ കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി തോന്നുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയിലുമാണ് വരുന്നത്.
നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ആ മുകൾ ഭാഗത്തുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നിങ്ങൾ കണ്ടു. അത് കൂടാതെ അവിടെ നമുക്കൊരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 9.5 അടി നീളവും 9 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആണ്. ഇതുപോലെ ഗ്ലാസും നമുക്ക് വുഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമാണ് വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല ഡിസൈൻ ഉള്ള ടൈലാണ്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും സിങ്കും പൈപ്പ് കണക്ഷനും അവിടെ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്കാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ കവർ ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ്. 12.5 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ചുറ്റിനുമുള്ള വോളുകളിൽ നോക്കിയാൽ ഒരുപാട് വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിൽ ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളുമാണ് വരുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ ഈ ഒന്നാമത്തെ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളറിൽ ചെറിയൊരു വൈറ്റ് കളർ ഡിസൈൻ കൂടി വരുന്ന ടൈലാണ്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയിലാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു വോളിൽ നോക്കിയാൽ പെർഗോള മോഡലിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. നമുക്ക് അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് പാനലിംഗ് ആണ്. താഴെ നമുക്ക് കബോർഡ് ഫെസിലിറ്റികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് എല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് നല്ല സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് നോക്കിക്കോളൂ. നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ട് വന്നിരിക്കുന്നത്. റോഡിനടുത്തുമാണ്, അതേസമയം കാമാൻ കോയറ്റായ ഏരിയയിലുമാണ് ഈ വില്ലാസ് എല്ലാം തന്നെ വരുന്നത്. നമുക്കിനി മുകളിൽ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോട്ടൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ബെഡ്റൂമാണ്. 13.5 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. റൂഫിലെ മറ്റുള്ള റൂമുകളിലെ പോലെ തന്നെയാണ് സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗ്സും ആണ് വരുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെയും വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്രൗൺ കളർ കോമ്പിനേഷനിലും കൂടി ആയിട്ടാണ് ടൈലുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ റൂംസിന്റെ ഇടയിലുള്ള സ്പേസ് നിങ്ങൾ നോക്കിക്കോളൂ. ഒട്ടും കൺജസ്റ്റഡ് അല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ഡോർ ഒക്കെ വെച്ചിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. റൂം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റിക്ക് മാത്രമല്ല, നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഈ ഒരു റൂം നമുക്ക് എടുക്കാവുന്നതാണ്. വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ഡോറിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റൂഫും നമ്മൾക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂം കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റിയും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. സെയിം മോഡലിലും അതേ ഡിസൈനിലും ഒക്കെയാണ് ഇവിടെയും ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ടൈലുകളൊക്കെ നല്ല ഡിസൈനിലാണ്. ഗ്രേ കളറിൽ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ നിന്നും പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 1 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 12 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 14. നിങ്ങൾക്ക് കളമശ്ശേരി കുസാറ്റിന്റെ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ 10 കിലോമീറ്റർ. ആലുവ ഭാഗത്തേക്ക് 9, എയർപോർട്ടിലേക്ക് ഈസിയാണ് 15 കിലോമീറ്റർ. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി ഈസിയാണ്. നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല സൈലന്റ് ആയിട്ടൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഏരിയയുമാണ്. അതേസമയം റോഡിലേക്ക് ഈസി ആയിട്ട് എത്താവുന്ന സ്ഥലത്തുമാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 6ഓളം വില്ലകളൊക്കെ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്ത് നമുക്ക് ഇനി ഒരു 3 വീടുകൾ കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലേറ്റ് ആക്കണ്ട. ഇതുപോലുള്ള വില്ല പ്രൊജക്ടുകളിനകത്ത് ഈ ഒരു റേറ്റിൽ വില്ലകൾ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പല സ്ഥലത്തും പോയി വീട് കണ്ടിട്ടുണ്ടാവും ഇതിനകം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു റേറ്റിനകത്ത് 3 ബെഡ്റൂമിന്റെ വീടുകൾ, കാരണം നമുക്ക് വീടുകൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഒരുപാട് അകത്തേക്ക് മാറി ഒറ്റപ്പെട്ട വീടുകൾ അങ്ങനെയൊക്കെ നോക്കും. ഇത് അത്ര സ്പേഷ്യസ് ആയിട്ടുമാണ്, കൺജസ്റ്റഡ് അല്ലാത്തൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 3.5 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ്, 1750 സ്ക്വയർ ഫീറ്റിൽ 3 BHK 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. താഴെ കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ കവർ ചെയ്തെടുക്കാൻ സ്പേസും ഉണ്ട്. കിണർ വെള്ളം കിട്ടുന്ന വില്ലയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വെള്ളം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. നമുക്ക് കിണർ വെള്ളം കിട്ടുന്ന വീടുകളാണ് നിങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യുന്നതെന്ന് അറിയാം. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ലൊക്കേഷനിലുള്ള ഈ ഒരു വീടിനകത്ത് ഒരു കാർ പാർക്കിംഗ് ഫെസിലിറ്റിയും 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെ സ്ഥലങ്ങളും കിട്ടുന്നുണ്ട്. 69 ലക്ഷം രൂപയാണ് ഓണർ വീടിന് ചോദിക്കുന്ന പ്രൈസ്. മാർബിൾ ഹോംസ് വഴിയാകുമ്പോൾ നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്കത് കുറച്ച് വാങ്ങിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പ്രൈസ് മറക്കണ്ട, 69 lakhs ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ ഇന്ന് തന്നെ വിളിക്കല്ലേ? സ്ക്രീനിലെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ഫോൺ എടുത്തോളൂ, പെട്ടെന്ന് വിളിച്ചോളൂ. നമുക്ക് ഇതുപോലെ ഭംഗിയുള്ളൊരു വീടിന്റെ വിശേഷങ്ങളായിട്ട് മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.